ആണാ ചീറിങ്ങിലോക്കായി. ഹലോ ഗൈസ്, വി ആർ മൂവ് ടു. നമ്മളെവിടെ പോകുന്നത്? ഒരു വീക്കെൻഡ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു 7 സിസ്റ്റേഴ്സ് പോകാമെന്ന്. 7 സിസ്റ്റേഴ്സിനെ പറ്റി UK വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കുറേ ബീച്ചുണ്ട്, ക്ലിഫുണ്ട് എന്നൊക്കെ. അപ്പം ബീച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമ്മറാണ്. സമ്മർ ഏകദേശം തീരാനായി. അപ്പോൾ അതിന് മുന്നേ 7 സിസ്റ്റേഴ്സ് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, നേരെ വണ്ടി എടുത്ത് നമ്മൾ ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. 7 സിസ്റ്റേഴ്സ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളൊക്കെ താമസിക്കുന്നത് ഈ ഈസ്റ്റ് ബോൺ ടൗണിലാണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൗണാണ്. സൈഡിൽ ഒരു വാക്ക് വേ ഉണ്ട്, അതിലൂടെ നമുക്കിങ്ങനെ നടക്കാം. അതുപോലെ തന്നെ അത് നേരെ ലീഡ് ചെയ്യുന്നത് നമ്മളെ ആ ഈസ്റ്റ് ബെൻ പിയറിലേക്കാണ്. ഈ പിയറിൽ ഒരുപാട് ഷോപ്പുകളും പബ്ബുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ പിയറിലേക്ക് അങ്ങ് കയറി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെറിയ സോവനിയർ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ എല്ലായിടത്തും ലേറ്റ് ആണല്ലോ എത്താം. പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് വളരെ ലേറ്റ് ആയതുകൊണ്ട് നമ്മളും പതുക്കെ തന്നെയാണ് പോയതും. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ആ ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ്. പിന്നെ ഒരുപാട് പേര് ബീച്ചിൽ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ബീച്ചിൽ ഓരോ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളൊന്നിനും പോയില്ല, നമ്മൾ വന്നത് 7 സിസ്റ്റേഴ്സ് കാണാനാണല്ലോ. ഒരുവിധം എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഭാഗ്യത്തിന് ആ പിയറിൻ്റെ അറ്റത്തൊരു പബ്ബ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 ബിയറൊക്കെ വാങ്ങി. പിന്നെ ഒരു ചെറിയ കൊറിയൻ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കൊറിയൻ ഫ്രൈഡ് ചിക്കനും വാങ്ങി. ടച്ചിങ്സ് ആയിട്ട് അത് രണ്ടും വാങ്ങി. അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് ബിയറൊക്കെ അടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്തു. ഫുഡ് കഴിച്ചപ്പോൾ ആ വിശപ്പൊക്കെ ഒന്ന് അടങ്ങി ഒരു സമാധാനമായി. നേരെ നമ്മൾ വണ്ടി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ 7 സിസ്റ്റേഴ്സിലേക്ക് പോകാം. അങ്ങോട്ടേക്കുള്ള ഡ്രൈവ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൺ ദ വേ ഇങ്ങനെ ദൂരെ നിന്ന് നമുക്ക് ബീച്ചും ആ ക്ലിഫും ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ പതുക്കെ വണ്ടിയൊക്കെ നിർത്തി കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വളരെ ആസ്വദിച്ചാണ് അങ്ങോട്ട് പോയത്. സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അധികം നടക്കാനൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. മടിയുള്ളവർക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ ബീച്ചിൻ്റെ വ്യൂ കിട്ടും. സത്യം പറയാലോ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മാജിക്കലായിരുന്നു അവിടുത്തെ വ്യൂ. പ്രത്യേകിച്ച് സൺസെറ്റിനോട് അടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ അവർ ബ്യൂട്ടി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു വാം കളർ ടോണും ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈറ്റ്സും വേവ്സും അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നമ്മൾ അന്തം വിട്ട് നിന്നു.